എലമെൻസിലെ ആദ്യത്തെ സീരീസ് ആയിട്ടുള്ള ലാന്തനോയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ലാന്തനോയിഡ്സിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഈ സീരീസിലെ എലമെൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് എലമെൻസ് എന്ന് നോക്കൂ. ആറ്റോമിക് നമ്പർ 57 ഉള്ള ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ആ എലമെൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ലന്താനത്തിന് ശേഷം വരുന്ന എലമെൻസ് ഇതൊക്കെയാണ്: സീറിയം, പ്രസോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്തിയം, സമേറിയം, യൂറോപ്യം, ഗഡോലീനിയം, ടെർബിയം, ഡിസോപ്രോസിയം, ഹോൾമിയം, എർബിയം, തൂലിയം, യട്രിയം, ലുട്ടീഷ്യം. ഈ എലമെൻസിൻ്റെ പേര് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ അവയുടെ സിമ്പിൾസും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് എൻട്രൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഒരുപാട് സഹായിക്കും. ഓക്കെ, ഇപ്പോൾ ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെയാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ ഏറ്റവും ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്ന് പഠിക്കാം. അപ്പോൾ ഈ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് ഓർബിറ്റലിലായതുകൊണ്ടാണ് ഇവയെ എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവയുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 6s2 5d0 to 1 4f 1 to 14 എന്നതാണ്. ഇത് പ്രത്യേകം ഓർക്കണം. ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് എന്താണ്? 6s2 5d0 to 1 4f 1 to 14. ഈ എലമെൻസിൻ്റെ എല്ലാം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നോക്കൂ, ലന്താനത്തിൽ 4f0 ആണ്. അതായത് ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് അല്ല ലന്താനം, അല്ലേ? ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റിൽ പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാ എലമെൻറ്റ്സിലും നിങ്ങൾക്ക് കാണാം 4f ഓർബിറ്റലിൽ 1 മുതൽ 14 വരെയുള്ള ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവയെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കിയേ. ഇവിടെ സീറിയം, ഗഡോലീനിയം, അതുപോലെ തന്നെ ലുട്ടീഷ്യം എന്നിവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ 4f ഇലക്ട്രോൺസിന് പുറമെ ഇലക്ട്രോണുകൾ 5d ഓർബിറ്റലിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലേ? അതും ഒരു പ്രത്യേകതയാണ്. ഓൺലി സീറിയം, ഗഡോലീനിയം ആൻഡ് ലുട്ടീഷ്യം ഹാവ് ദ ഇലക്ട്രോൺസ് ഇൻ ദ d ഓർബിറ്റൽ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ലാന്തനോയിഡ്സിൻ്റെ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയെ പറ്റിയിട്ടാണ്. അപ്പോൾ ലാന്തനോയിഡ്സിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ജനറലായിട്ട് ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഷെൽസ് കൂടുകയും അങ്ങനെ ഒരാറ്റത്തിൻ്റെ ആറ്റോമിക് സൈസ് കൂടുകയും ചെയ്യുന്നു. അതുപോലെ ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റോമിക് നമ്പർ കൂടുന്നു, അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. കൂടിയ ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോണുകളെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. ഇതാണ് നമുക്ക് ജനറലി അറിയാവുന്ന ഒരു കാര്യം, അല്ലേ? എന്നാൽ ഇവിടെ ലാന്തനോയിഡ്സിൻ്റെ കേസിൽ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെൻസിനെ കൺസിഡർ ചെയ്താൽ അവയുടെ ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുക. ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ലാന്തനോയിഡ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ പ്രോപ്പർട്ടി കാരണമാണ്. ലാന്തനോയിഡ്സ് കാണിക്കുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ കാരണമാണ് ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെൻസിൻ്റെ ആറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയൈ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ലാന്തനോയിഡ് കൺട്രാക്ഷനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ ആറ്റോമിക് ആൻഡ് അയോണിക് സൈസ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന ഒരു പ്രത്യേക തരം പ്രോപ്പർട്ടി മൂലമാണെന്നും പറഞ്ഞു. എന്താണ് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ? അപ്പോൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്താണെന്ന് അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ
നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഓർക്കണം. ഈ ലാന്തനോയിഡ് സീരീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4f ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണുകൾ ആഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. 4f1 മുതൽ 4f14 വരെ ഉള്ള ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നു. ഈ എഫ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് ഒരു പ്രത്യേകതയുണ്ട്. എഫ് ഓർബിറ്റൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ബാക്കിയുള്ള എസ്, പി എ, ഡി എ എന്നിവയൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ കുറവ് ഷീൽഡിംഗ് ഇഫക്റ്റാണുള്ളത്. അതിനാൽ 4f ഇലക്ട്രോണിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെയും ഔട്ടർ ഇലക്ട്രോൺസിനും ഇടയിൽ വലിയ ഷീൽഡൊന്നും ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ദേ ആർ ഹാവിങ് വെരി ലെസ് ഷീൽഡിംഗ് ഇഫക്റ്റ്. സോ 4f ഓർബിറ്റൽ ഈസ് ഹാവിങ് വെരി പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ്. ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് കുറവായതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോൺസും തമ്മിൽ നല്ല അട്രാക്ഷൻ വരുന്നു. അങ്ങനെ ന്യൂക്ലിയസ് ഔട്ടർ ഓർബിറ്റൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? അതെ, ആറ്റംസിൻ്റെ ആറ്റമിക് സൈസ് അല്ലെങ്കിൽ റേഡിയസ് കുറഞ്ഞു വരും അല്ലേ. ഓരോ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നതിനനുസരിച്ചിട്ടും ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും. ഈ കൂടിയ ന്യൂക്ലിയർ ചാർജ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺസ്, the attraction between the electrons and the nucleus increases. As a result of this, the radius of the elements decreases. ഈ ഒരു ഫിനോമിനയാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതും ലാന്തനോയിഡ്സിൽ തന്നെയാണ്. അതായത് 4f ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഈ ഡിഫറെൻറ്റ് എലമെൻസിൽ തന്നെയാണ് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻസ് കാണുന്നത്. ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം ഉണ്ടാവുന്നത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. ഈ ലാന്തനോയിഡ് സീരീസിലെ ഓക്സൈഡ്സിൻ്റെയും ഹൈഡ്രോക്സൈഡ്സിൻ്റെയും ബേസിക് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് നോക്കൂ. ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ ദ കോവാലന്റ് നേച്ചർ ഓഫ് lanthanide hydroxide bond decreases as the basic character of oxides and hydroxides decreases from lanthanum hydroxide to lutetium hydroxide. lanthanum hydroxide മുതൽ lutetium hydroxide വരെയുള്ള പല ഹൈഡ്രോക്സൈഡ്സിനെയും കൺസിഡർ ചെയ്താൽ അവയുടെ കോവാലന്റ് ക്യാരക്ടർ കൂടി വരികയും എന്നാൽ അവയുടെ ബേസിക് ക്യാരക്ടർ കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ഓക്സൈഡ്സിനെയോ ഹൈഡ്രോക്സൈഡ്സിനെയോ കൺസിഡർ ചെയ്താൽ അവയുടെ ബേസിക് ക്യാരക്ടർ കുറഞ്ഞു വരികയും ഇവയുടെ കോവാലന്റ് ക്യാരക്ടർ കൂടി വരികയും ചെയ്യുന്നു. ഇത് ലാന്തനോയിഡ് കൺട്രാക്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ആണ്. ഇതുകൂടാതെ വേറെയും ചില കോൺസിക്വൻസസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സീരീസിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം കണ്ടിരുന്നു. അവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിലെ എലമെൻറ്റ്സിനെല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമിലർ റേഡിയയാണെന്ന്. അതെന്തുകൊണ്ടാണ്? തേർഡ് ട്രാൻസിഷൻ സീരീസിലേക്ക് എലമെൻറ്റ്സ് എത്തുമ്പോഴേക്കും അവിടെ 4f ഓർബിറ്റൽ കൂടെ ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 4f ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? 4f ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവരുടെ സൈസ് ഏകദേശം 2Dയുടെ പോലെ തന്നെ സെയിം ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സിമിലർ സൈസ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ട് വരും. ദേ ആർ ആക്ട് ആസ് കെമിക്കലി ട്വിൻസ്. അവരുടെ മിക്കവാറും സൈസും പ്രോപ്പർട്ടീസും ഒക്കെ ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ പറ്റി കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ സെപ്പറേഷനോ ഒന്നും സാധ്യമാകാതെ വരുന്നു. ഇതാണ് മറ്റൊരു കോൺസിക്വൻസ്. ഇനി മൂന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാന്തനോയിഡ്സിലെ എല്ലാ എലമെൻസിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ആറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയയാണ്. ഇത് ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ
മിക്സ്ചേഴ്സിൽ നിന്നും ഓരോ എലമെൻസിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രയാസമായിരിക്കും. കാരണം ഇവരുടെ പ്രോപ്പർട്ടീസ് ഏകദേശം സിമിലർ ആണ്, ഇവരുടെ സൈസും ഏകദേശം സിമിലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വേറെയും ചില പ്രോപ്പർട്ടീസ്, അതായത് ഓരോ എലമെൻസിനും വ്യത്യസ്തമായിട്ട് വരുന്ന സോലിബിലിറ്റി, ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നിങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ലാന്തനോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ലാന്തനോയിഡ്സിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവയെ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ലാന്തനോയിഡ് കൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നതാണ്. ലാന്തനോയിഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടൊന്ന് പരിശോധിക്കാം. ലാന്തനോയിഡ്സ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ ആയിട്ട് ലാന്തനോയിഡ്സ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും. എന്നാൽ +3 കൂടാതെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നവയാണ് ചില ലാന്തനോയിഡുകൾ. ഇവിടെ സെമേറിയം 2+, യൂറോപ്യം 2+ എന്നിവ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തുകൊണ്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ ഒരു ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ലാന്തനൈഡ്സ് വിച്ച് ആർ ഹാവിങ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്ട് ആസ് ഗുഡ് റെഡ്യൂസിങ് ഏജൻസ്. കാരണം എന്താണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അവർ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് +3 ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇവ നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ്. എന്നാൽ സീറിയം 4+, പ്രൊമിത്തിയം 4+ എന്നിവയെല്ലാം എക്വസ് സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോൺ കൂടെ സ്വീകരിച്ചുകൊണ്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നു. അതിനാൽ ഇവയെല്ലാം തന്നെ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ലാന്തനോയിഡ് സീരീസ് എലമെൻറ്റ്സ് നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. ഇതുകൂടാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഓർക്കണം. യറ്റർബിയം 2+, യറ്റർബിയം 2+നെ പറ്റി ചിന്തിക്കുമ്പോൾ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് F14 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ YB2+ ഒരു നല്ല റിഡക്റ്റൻ്റ് ആണ്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് TB4+. TB4+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഹാഫ് ഫിൽഡ് F ഓർബിറ്റൽസ് ആണ്, അതായത് F7. ഇത് ഒരു നല്ല ഓക്സിഡൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത്? 4f ഓർബിറ്റലും 5d ഓർബിറ്റലും തമ്മിൽ ഒരുപാട് എനർജിയുടെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് പ്രധാനമായിട്ടും ലാന്തനോയിഡ്സ് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തതിന് പിന്നിലെ കാരണം. ലാന്തനോയിഡ്സിൻ്റെ ചില ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ലാന്തനോയിഡ്സിനെ പറ്റി പറയുമ്പോൾ ദേ ആർ ഡെൻസ് മെറ്റൽസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഏകദേശം 1000 കെൽവിൻ മുതൽ 1200 കെൽവിൻ വരെയൊക്കെയാണ് ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അലോയ് ഫോർമേഷനാണ്. മറ്റ് മെറ്റൽസുമായിട്ട് ചേർന്ന്, പ്രധാനമായിട്ടും അയേൺ പോലെയുള്ള മെറ്റൽസുമായിട്ട് ചേർന്ന് അലോയ് ഫോർമേഷൻ നടത്താൻ സാധ്യമായിട്ടുള്ള മെറ്റലുകളാണ് അല്ലെങ്കിൽ എലമെൻറ്റുകളാണ് ലാന്തനോയിഡ്സ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അലോയാണ് മിഷ് മെറ്റൽ. അലോയ് മിഷ് മെറ്റൽ. ഇതിൽ ഏകദേശം 94 മുതൽ 95% വരെ റയർ എർത്ത് എലമെൻറ്റ്സ്, അതായത് ലാന്തനോയിഡ്സും, ഏകദേശം അപ് ടു 5% വരെ അയേണും, അതുകൂടാതെ ചില ചെറിയ എമൗണ്ടിൽ കാർബൺ, സൾഫർ, കാൽഷ്യം, അലുമിനിയം പോലെയുള്ളവയും കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മിഷ് മെറ്റൽ വളരെ പ്രധാനപ്പെട്ട ഒരു അലോയാണ്. ലാന്തനോയിഡ്സിൻ്റെ മറ്റൊരു പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം ഇവയിൽ F ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതിനാൽ ലാന്തനോയിഡ്സ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവയുടെ പാരാമാഗ്നറ്റിക് ബിഹേവിയറും കൂടി വരുന്നതായിട്ട് കാണാം. ഈ ലാന്തനോയിഡ് സീരീസിലെ നിയോഡീമിയം
ലാന്തനോയിഡ് സീരീസിലെ നിയോഡൈമിയം എന്ന എലമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പാരാമാഗ്നറ്റിസം കാണിക്കുന്ന ഒന്ന്. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളറാണ്. ലാന്തനോയിഡ് സീരീസിലെ പല അയോണുകളും കളേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ട്രൈവാലൻ്റ് അയോണുകളാണ് സോൾട്ട് സ്റ്റേറ്റിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലും കളർ ഉള്ള അയോണുകളായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കളർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ഈ കളറിന് കാരണം? ഇതിൻ്റെയും പ്രധാന കാരണം പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള എഫ് ഓർബിറ്റൽസ് തന്നെയാണ്. അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഇവയുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏകദേശം 600 kJ/mol ആണ്. എന്നാൽ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി അതിനേക്കാൾ കൂടുതലാണ്, നിയർലി 1200 kJ/mol. തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എത്തുമ്പോഴേക്കും അവയുടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള എഫ് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആണോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി വീണ്ടും കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയാം. അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇവയുടെ കെമിക്കൽ ബിഹേവിയർ ആണ്. ഈ സീരീസിലെ ആദ്യത്തെ കുറച്ച് എലമെൻറ്റുകൾ നല്ല റിയാക്റ്റീവാണ്. ഏകദേശം കാൽഷ്യത്തിൻ്റെയൊക്കെ റിയാക്ടിവിറ്റിയോട് അടുത്ത് നിൽക്കുന്ന റിയാക്ടിവിറ്റി ഉള്ളവയാണ് ഈ സീരീസിലെ ആദ്യത്തെ കുറച്ച് എലമെൻറ്റുകൾ. എന്നാൽ പിന്നീട് അവയുടെ റിയാക്ടിവിറ്റിക്ക് വ്യത്യാസം വരികയും ഏകദേശം അലുമിനിയത്തിൻ്റെ അത്രയും തന്നെ റിയാക്ടിവിറ്റി കാണിക്കുകയും ചെയ്യുന്ന എലമെൻറ്റ്സ് കൂടിയാണവ. ഈ എലമെൻറ്റ്സ് സാധാരണയായിട്ട് കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ എന്നിവയുമൊക്കെയായിട്ട് റിയാക്ട് ചെയ്ത് കോമ്പൗണ്ട്സുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ടിവിറ്റിയും ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ലാന്തനോയിഡ്സിന് ഒരുപാട് വെറൈറ്റി ഓഫ് ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് അലോയ്സ് ഉണ്ടാക്കുന്നതിനാണ്. നോക്കൂ, ലാന്തനൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അലോയ് സ്റ്റീൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്ലേറ്റ്സ് ആൻഡ് പൈപ്സ്. പ്ലേറ്റുകളും പൈപ്പുകളും എല്ലാം ഉണ്ടാക്കുന്ന അലോയ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന ഒന്നാണ് ലാന്തനോയിഡ്സ്. ഇതുകൂടാതെ ലാന്തനോയിഡ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അലോയാണ് മിഷ് മെറ്റൽ. ഈ മിഷ് മെറ്റൽ മെഗ്നീഷ്യം ബേസ്ഡ് അലോയുമായിട്ട് ചേർന്ന് നമ്മുടെ തോക്കിൻ്റെ ബുള്ളറ്റ്സ്, ഷെല്ല്, ലൈറ്റർ ഫ്ലിൻസ് എന്നിവയെല്ലാം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. മിക്സഡ് ഓക്സൈഡ്സ് ഓഫ് ലാന്തനൈഡ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ ദ ക്രാക്കിംഗ് ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിനെ ക്രാക്ക് ചെയ്ത് പല പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ് ലാന്തനോയിഡിൻ്റെ ഓക്സൈഡുകൾ. പല ലാന്തനൈഡ്സിൻ്റെയും ഓക്സൈഡുകൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെലിവിഷൻ സ്ക്രീനുകളിൽ ലാന്തനോയിഡ്സിൻ്റെ ഓക്സൈഡുകൾക്ക് പല പ്രാധാന്യം ഉണ്ട്. അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പല ലാന്തനോയിഡ്സിൻ്റെയും ഓക്സൈഡുകളുടെ കണ്ടൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉള്ള ഒന്നാണ് ലാന്തനോയിഡ്സ്.